ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ ഉൾപ്പെടുത്തേണ്ട ഒരു ചീരത്തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് തേങ്ങ ചിരകാനാണ് ഏറ്റവും മടി. അതുകൊണ്ട് ഞാൻ ഈ ഒരു മെഷീനിലാണ് തേങ്ങ ഒക്കെ ചിരകണത്. ഇങ്ങനെ ചിരകിയെടുത്തിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ പാക്കറ്റുകളായിട്ട് സൂക്ഷിക്കാറാണ് പതിവ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ മടി ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു മെഷീൻ മേടിച്ച് കഴിഞ്ഞാൽ എല്ലാ പണികളും വളരെ എളുപ്പമാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ചീരയുടെ പേര് എനിക്ക് ശരിക്കും പറയാനായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങയാണ് ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ഒരു 2 ഉണക്കമുളക്, ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഞാനിതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതേപോലെ ചതച്ചെടുക്കുക തേങ്ങ. നന്നായി അരിഞ്ഞ് പോവണ്ട കേട്ടോ. ഇനി ഏത് തരം ഇലകൾ തോരൻ വെക്കാനായാലും ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ ഒരു തോരൻ. ഇനി കോഴിമുട്ട ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് അതില്ലാതെയും ഈ തോരൻ ഉണ്ടാക്കാം. ഇനി ചട്ടി ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ സാധാ ചട്ടിയിൽ ഉണ്ടാക്കണ അത്ര ടൈം മൺചട്ടിയിൽ ഇത് എടുക്കില്ല. അപ്പോൾ വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റൊക്കെ മതിയാവും ഇത് റെഡി ആവാനായിട്ട്. അപ്പോൾ ഒരുപാട് നേരം വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തേങ്ങ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്